ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നും ഇന്നത്തെ പോലെ ഇഡലിയാണ് കേട്ടോ. ഇന്ന് എൻ്റെ IAS പഠിക്കുന്ന കൊച്ചിന് സ്റ്റഡി ലീവാണ്. നാളെ തൊട്ട് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇഡലിൻ്റെ മാവിളക്കാനും തട്ടിലൊഴിക്കാനും ഒക്കെ പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്. ഇഡലിക്ക് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കാര്യം ഇവിടെ ഇഡലി ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ 6 മന്തൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് നമ്മൾ പിന്നെ സോൾഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമല്ലോ. അപ്പോൾ തിങ്കളിന് എളുപ്പത്തിന് കഴിക്കാൻ ഇഡലിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇഡലിയും സാമ്പാറും അല്ലെങ്കിൽ അതിലുള്ള പച്ചക്കറി ഐറ്റംസൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം തൊട്ട് പിന്നെ എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളും ഇഡലി തന്നെയാണ്. തിങ്കളായിട്ട് 1 വയസ്സ് വരെ തിങ്കളിന് എല്ലാ ദിവസവും ഇഡലി തന്നെയായിരുന്നു. 3 നേരം ഇഡലി തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് അത് കഴിക്കാനും വലിയ താല്പര്യമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിയലിനും അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്ക് ഇഡലി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കോവയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോവയ്ക്ക് അരിഞ്ഞു. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളിൽ അവിയലിനും അരിഞ്ഞു കോവയ്ക്കും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്കൂടെ കറി സാമ്പാറാണ് കേട്ടോ. ഇന്നലെ ഇവിടെ ഇഡ്ഡലി ആയിരുന്നു. ഇന്നലെ പച്ചക്കറി ഐറ്റംസ് കുറവായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒരു തോരൻ പരിപ്പിട്ട കറിയായിരുന്നു. പിന്നെ ഇന്നലെയാണ് പച്ചക്കറി വാങ്ങിച്ചത്. അതുകൊണ്ട് ഇന്നും പിന്നെ ഇഡ്ഡലിയും സാമ്പാറും തന്നെയാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പിന്നെ.